ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ടാർ വില കുത്തനെ കൂടിയതോടെ സംസ്ഥാനത്തെ മരാമത്ത് പണികൾ പ്രതിസന്ധിയിൽ. ഭൂരിഭാഗം കരാറുകാരും ടാറിംഗ് ജോലികൾ നിർത്തിവെച്ചു. നിർമ്മാണ കാലാവധി നീട്ടി. തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ടാർ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രൂപത്തിലാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. ഏകദേശം ഡബിളാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. SS1, RS1 തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും ഇതിന് സാധനങ്ങൾ കിട്ടാനില്ല. ഏകദേശം കാലവർഷം ആരംഭിക്കാൻ ഇനി ഒരു മാസേ കഷ്ടിയുള്ളൂ. എങ്ങനെ വന്നാൽ റോഡ് പണി പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടൽ. മാത്രമല്ല, ഞങ്ങൾക്ക് സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഈ റോഡ് നിർമ്മാണമടക്കം താളം തെറ്റിയ നിലയിലാണോ? ആര്യ, യുദ്ധം കയറ്റുമതി ഇറക്കുമതി മേഖല കാര്യമായി ബാധിച്ചിരുന്നു. ടാറ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഡിസംബറിനെ അപേക്ഷിച്ച് ബാരലിന് 8500 രൂപയുണ്ടായിരുന്ന ടാറിന്റെ വില ഇപ്പോൾ 16000 രൂപയിലധികം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡിന്റെ ടാറിംഗ് ജോലികളൊക്കെ തന്നെ ഏറെക്കുറെ നിർത്തിവെച്ചിരിക്കുന്നതാണ് കരാറുകാർ പറഞ്ഞിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തുകയേക്കാൾ ചെലവ് ടാറിംഗ് ജോലികൾക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ സമയപരിധി ദീർഘിപ്പിച്ച് നൽകുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പുതുക്കി നൽകുക, ഈ രണ്ടാവശ്യങ്ങളാണ് കരാറുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞാൽ കാലവർഷം കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുൻപ് നിർമ്മാണ ജോലികൾ ചെയ്യണമെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ഒരു അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും കരാറുകാർ ആവശ്യപ്പെടുന്നു. ആര്യ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.